ഇപ്പോൾ അഡ്വക്കേറ്റ് അനിൽ വിളയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മോടൊപ്പം ചേരുകയാണ്. അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, സമസ്ത നേതാവിൻ്റെ പരാമർശം താങ്കൾ ശ്രദ്ധിച്ചു കാണും. സ്ത്രീകൾ പുരുഷന്മാരെ ഹസ്തദാനം ചെയ്യുന്നതും ആലിംഗനം ചെയ്യുന്നതും ഇസ്ലാം വിരുദ്ധമാണ്. എന്തിനെ കല്യാണ ചടങ്ങുകളിലടക്കം ഈ പെൺ സാന്നിധ്യം വർദ്ധിച്ചു വരുന്നതിലും ഒരു അതൃപ്തിയാണ് സമസ്ത നേതാവിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. പർദ്ദ നിർബന്ധമാക്കേണ്ട കാലം അതിക്രമിച്ചു എന്നടക്കമുള്ള പരാമർശങ്ങൾ. പക്ഷേ ഇവിടെ സമസ്ത ഒരു മതകാര്യം പറഞ്ഞതല്ല. മതകാര്യം പറഞ്ഞതാണെങ്കിലും അതിലുപരിയായി ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുസമൂഹം അപ്പാടെ വളരെ ഗൗരവത്തോടെ വിലയിരുത്തേണ്ട ഒരു വിഷയമായി ഇത് മാറിക്കഴിഞ്ഞു അല്ലേ? തീർച്ചയായിട്ടും സമസ്തയുടെ നയം സമസ്ത കാര്യങ്ങളിലും ഇസ്ലാമികവൽക്കരണം നടപ്പാക്കുക എന്നുള്ളതാണ്. ഗോത്ര കാലഘട്ടത്തിലേക്ക് കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെ തിരികെ കൊണ്ടുപോവുക എന്നുള്ള കൃത്യമായ അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അവർ പുറപ്പെടുവിക്കുന്നത്. അതിനവർക്കിപ്പോൾ ധൈര്യം പകരുന്നത് ഞങ്ങൾക്ക് കൂടി ആധിപത്യമുള്ള നിയന്ത്രണമുള്ള ഒരു സർക്കാർ വരാൻ പോവുകയാണ് എന്നുള്ള അതിന് പിന്നിലുള്ള അജണ്ട അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധമായ സ്വാതന്ത്ര്യവും ഇല്ലാത്തൊരു മതസംവിധാനമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ഗോത്രവംശ കാലഘട്ടത്തിൽ തുടങ്ങിയ അറേബ്യൻ നാടുകളിൽ തുടങ്ങിയ ആ രീതി കേരളത്തിലും നടപ്പാക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് യാതൊരു വിധമായ സ്വാതന്ത്ര്യവും കൊടുക്കരുത്, ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രധാരണം ഉണ്ടാകണം, ഇസ്ലാം അനുശാസിക്കുന്ന രീതിയിലുള്ള ജീവിത പ്രക്രിയകളായിരിക്കണം സ്ത്രീകൾ നടപ്പാക്കേണ്ടത്, വിദ്യാഭ്യാസം പാടില്ല തുടങ്ങിയ കൃത്യമായ രീതിയിലുള്ള പ്ലാനിങ്ങോടുകൂടി സമസ്ത മേഖലകളിലും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അപ്രകാരം ചെയ്യാത്തവരെയൊക്കെ ഇവർ അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കുമോ? സിനിമ ഇവർക്ക് ഹറാമാണ്. മമ്മൂട്ടി, ഫഹദ് ഫാസിൽ ഉൾപ്പെടെയുള്ള എത്രയോ നടന്മാർ സിനിമയിൽ അഭിനയിക്കുന്നു. അവരെയൊക്കെ ഇസ്ലാമിക വിരുദ്ധരെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരുടെ മതത്തിൽ നിന്ന് പുറത്താക്കുമോ? പലിശ അവർക്ക് നിഷിദ്ധമാണ്. പലിശയ്ക്ക് പണം കൊടുക്കുന്ന എത്രയോ ഇസ്ലാമിക വിശ്വാസികളുണ്ട്, അവരെ പുറത്താക്കുമോ? ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രാകൃത നിയമങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഭാരതത്തിന്റെ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുക്കാതിരിക്കണം എന്നുള്ള ലക്ഷ്യമാണ് അവർക്കുള്ളത്. ഒരു കാര്യം നമ്മൾ നോക്കേണ്ടതുണ്ട്. ശബരിമലയിലെ സ്ത്രീ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ CPM നേതൃത്വത്തിൽ നവോത്ഥാന മതിൽ കിട്ടിയല്ലോ. ആ നവോത്ഥാന മതിൽ കിട്ടിയ സമയത്ത് ഈ പർദ്ദ ധരിച്ചുകൊണ്ടുള്ള പെൺകുട്ടികളായിരുന്നല്ലോ നിരവധിയായ മതിലിലെ പങ്കാളികളായി മാറുന്നത്. അന്ന് എവിടെയായിരുന്നു അവരുടെ നവോത്ഥാന മൂല്യം? ഇന്നെവിടെയാണ് അവരുടെ നവോത്ഥാന മൂല്യം? വിദ്യാഭ്യാസം പാടില്ല, വസ്ത്രധാരണം ഞങ്ങൾ അനുശാസിക്കുന്ന രീതിയിൽ വേണം തുടങ്ങിയവയൊക്കെ തന്നെ നടപ്പാക്കുന്നത് സമസ്ത മേഖലകളിലും ഇസ്ലാമികവൽക്കരണം കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിന് ഇനിയും വരാൻ പോകുന്ന UDF അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ള ഒരു അഹങ്കാരവും അവർക്കുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തില് കാന്തപുരമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കാന്തപുരവും ഈ സമസ്തയുടെ ഫൈറ്റങ്ങളും തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത്. കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. അത് കേരള സമൂഹത്തിൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഭാരതത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ്, സ്ത്രീ വിരുദ്ധമാണ്. ഭാരതത്തിലെ ഭരണഘടന അനുശാസിക്കുന്ന സമത്വത്തിനും എതിരായിട്ടുള്ള നടപടിയാണ് സമസ്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്.